ഓഗസ്റ്റ് 6 ലോക ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത മഹാദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. അതെ, ഹിരോഷിമ ദുരന്തം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ അമേരിക്കൻ സേന ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ വർഷിച്ച അണുബോംബിനെക്കുറിച്ചുള്ള ദുരന്ത സ്മരണ. ജപ്പാനെ പരാജയപ്പെടുത്താനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗം. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ലിറ്റിൽ ബോയ് എന്നറിയപ്പെടുന്ന അണുബോംബ് ഹിരോഷിമയിൽ പതിച്ചു. യുറേനിയം 235 ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ TNTയുടെ പ്രഹരശേഷിയുണ്ടായിരുന്നു. ജനറൽ പോൾ ടിബ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗേയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ച സ്ഫോടനത്തിൽ 1,40,000-ഓളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി. റേഡിയേഷന്റെ അതിപ്രസരത്തിൽ 1,50,000-ഓളം പേർക്ക് പിന്നീട് ജീവൻ നഷ്ടമായി. അണുബോംബാക്രമണത്തെ അതിജീവിച്ചവരെ ജാപ്പനീസ് ഭാഷയിൽ ഹിബാകുഷ എന്ന് വിളിക്കുന്നു. ഇവർ ഇന്നും അണുവികിരണത്തിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ദാരുണ ദുരന്തത്തിന്റെ ഓർമ്മദിനത്തിൽ നമുക്കും അവരെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം.